എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മോണ്ട്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മോണ്ട്ര EPL 2.0 R ആണ്. നമുക്ക് റിവ്യൂ ചെയ്യുന്നതിന് ഈ വാഹനം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മോണ്ട്രയുടെ ഓതറൈസ്ഡ് ഡീലറായ വേഗത മോട്ടോഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 120/80 ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിനകത്ത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് ഇപ്പം LED ബൾബുകളാണ് വരുന്നത്. അത് കുറച്ച് രാത്രി അത്യാവശ്യം നല്ല വിസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. മോണ്ട്ര ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് അറിയാം, ഈ ഡ്രൈവർക്കുള്ള ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണുള്ളതെന്നുള്ള കാര്യം മോണ്ട്ര ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് അത് പ്രൂവ് ചെയ്ത കാര്യം തന്നെയാണ്, കസ്റ്റമേഴ്സിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇതിൻ്റെ ഫോർക്കിന് ഇപ്പോൾ ബോൾ ബിയറിംഗ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ബോൾ ബിയറിംഗ് ആക്കിയതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിലിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. നമുക്കിതിൻ്റെ ഹാൻഡിലിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലിൽ തന്നെയാണ് അത്യാവശ്യം എല്ലാ സ്വിച്ചുകളും ഉള്ളത്. നമുക്ക് ഈ സ്വിച്ച് ആദ്യം കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടും റിവേഴ്സും പോകാനുള്ള സ്വിച്ചാണ്. ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സിലേക്ക് പോകും. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്തൊന്ന് പ്രസ് ചെയ്താൽ മതി, ഇത് ഫ്രണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ വരുന്ന സ്വിച്ച് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് നമുക്ക് ഡിമ്മും ബ്രൈറ്റിനുമുള്ള സ്വിച്ചാണ്. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററിനുള്ള സ്വിച്ചാണ്. ഇത് ഹോണ്. അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സ്വിച്ചുകളും ഹാൻഡിലിൽ തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പിന് ടയർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ അടിവശത്തായിട്ടാണ്. ഇവിടെയാണ് സ്റ്റെപ്പിന് ടയർ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമർക്ക് റിലീസ് ചെയ്യാനും ഇടാനും സാധിക്കും. കാറിൻ്റെ സെയിം തന്നെയായിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്ക് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടുണ്ട്. അത് നമുക്കത് ലോക്ക്ഡ് ആണ്, നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വൈപ്പറിൻ്റെ സ്വിച്ചാണ്. ഇത് ഹസാർഡ് സ്വിച്ചാണ്. നമുക്കിനി നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ മോഡ് ഇപ്പോൾ കിടക്കുന്നത് പാർക്ക് അസിസ്റ്റഡ് മോഡിലാണ് കിടക്കുന്നത്. ഈ പാർക്ക് അസിസ്റ്റ് മോഡ് നമ്മൾ അടുത്ത മോഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണിച്ചു തരും. ഇത് ന്യൂട്രലാണ്, വണ്ടി ഇപ്പോൾ കിടക്കുന്നത് ന്യൂട്രലാണ്. ഈ ന്യൂട്രലിൽ നിന്ന് നമുക്കിപ്പോൾ വാഹനം ഫസ്റ്റിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി ഇത് വണ്ടി ഒന്ന് ഡ്രൈവ് മോഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ അടുത്ത മോഡിലേക്ക് മാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത മോഡിലേക്ക് മാറ്റി നമ്മൾ ഫോർവേഡിലേക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി മൂവ് ആവത്തുള്ളൂ. ഇതല്ല, നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ വാഹനം നമ്മൾ ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്, അതിനുശേഷം നമ്മൾ വന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെയാണ് വാഹനം മുൻപോട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. കാരണം അതൊരു സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഇതിങ്ങനെ കൊടുക്കുന്നുള്ള കാരണം നമ്മുടെ കൊച്ചു കുട്ടികളും കാണും അറിയാതെ ഈ വാഹനത്തിൽ കയറിയത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വാഹനത്തിന് ഈ ബ്രേക്കിൽ ജസ്റ്റ് ഒന്ന് കാലമർത്തിന് ശേഷം മാത്രമേ ഈ വാഹനത്തിൻ്റെ ഫോർവേഡിലേക്കോ അല്ലെങ്കിൽ റിവേഴ്സിലേക്കുള്ള മോഡ് ഓപ്പൺ ആകത്തുള്ളൂ. അത് അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഒന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഇപ്പോൾ നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് ഇപ്പോൾ നമുക്ക് ഫോർവേഡ് F ആണ് ഇതിപ്പോൾ ഓപ്പണായി കിടക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ എത്ര കിലോമീറ്റർ, ഇതിൻ്റെ ഓഡോമീറ്ററാണ് 88 കിലോമീറ്റർ ഓഡോമീറ്റർ കാണിച്ചു തരുന്നുണ്ട്. ഇതിവിടെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഓട്ടം എടുത്തു അല്ലെങ്കിൽ ഒരു പാസഞ്ചർ കയറി ഇവിടെ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എത്ര കിലോമീറ്റർ ആകുമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രിപ്പ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് വരുന്നതിൻ്റെ റേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത് 142 കിലോമീറ്റർ റേഞ്ചാണ്. അതായത് ഇപ്പോൾ ഈ വാഹനത്തിന് 89% ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ 89% ചാർജ് കൊണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ള റേഞ്ച് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. 142 കിലോമീറ്റർ നമുക്ക് ഇതിന് ഈ വാഹനം ഓടുമെന്നുള്ളതിൻ്റെ റേഞ്ച് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈം കാണിച്ചു തരുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേയിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ കിലോമീറ്റർ റേഞ്ച് ഇനി എത്ര ഓടുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ചാർജ് കാണിച്ചു തരുന്നുണ്ട്. ട്രിപ്പ് കാണിച്ചു തരുന്നുണ്ട്. ഓഡോ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഈ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ അപ്പോൾസറി, ഇത് വണ്ടി വരുമ്പോൾ തന്നെ ഈ രീതിയിലാണ് ഇതിൻ്റെ അപ്പോൾസറി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കിയിട്ട് അപ്പോൾസറി നല്ല രീതിയിൽ ചെയ്യണമെന്നില്ല. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് നിരത്തിൽ വണ്ടി ഇറക്കി വാഹനം ഓടിച്ചു തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ അപ്പോൾസറി അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് കമ്പനി തരുന്നത്.
നമുക്കിത് അകത്തുനിന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് കമ്പനി നിങ്ങൾക്ക് വണ്ടി തരുന്നത്. ഇതിൻ്റെ ഡോറ് തന്നെ 2 സൈഡിലും ഡോറുണ്ട്. ഡോർ അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറ് കമ്പനി ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെയാണ്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർ വെളിയിലോട്ടൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്നെസ്സുമാണ് ഇതിൻ്റെ ഡോറിനുള്ളത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് ഇതിനുള്ളത്. നമുക്കിപ്പം 3 പേർക്കാണ്, ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് 3 പേരാണ് സീറ്റിംഗ് കപ്പാസിറ്റി പറയുന്നതെങ്കിലും ശരിക്കും 4 പേർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 3+1 ആണ് ഓട്ടോറിക്ഷയ്ക്ക്, പക്ഷേ 4 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് തന്നെ ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹാൻഡ് ഹോൾഡർ, 2 വശത്തും ഹാൻഡ് ഹോൾഡർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചാർജർ കുത്താനുള്ള സ്ലോട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ കുത്തേണ്ടത്. ഇതിൻ്റെ ചാർജർ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ സപ്ലൈയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിലത്തെ ലൈറ്റ് വരുന്നത് LED ലൈറ്റാണ്. 2 സൈഡിലെയും ലൈറ്റ് LED ലൈറ്റാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ലഗേജ് സ്പേസ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലഗേജ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ ലഗേജ് സ്പേസ് ഇത്രയാണ്. നമുക്ക് ചെറിയ ചെറിയ ലഗേജുകളാണെങ്കിൽ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ല, ലഗേജ് കുറച്ച് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് കിട്ടും. പിന്നെ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബോക്സിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ സർവീസ് മാനുവലുണ്ട്, ഇതിൻ്റെ ജാക്കിയുണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. പിന്നെ ബാക്കി വരുന്ന നമുക്ക് ഉള്ള ആക്സറീസാണ് വരുന്നത്. പിന്നീട് ഇതിൻ്റെ ടൂൾ കിറ്റാണ്. അത്യാവശ്യം വേണ്ട നമുക്ക് ടൂൾ കിംസും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ടൂൾ കിറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ടീ ആണ്. നിങ്ങൾക്കറിയാം, എല്ലാം ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് ഇതെല്ലാം. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് 12-10 ഒരു സ്പാനറാണ്. ഇത് 21 ഒരു കോമ്പിനേഷനാണ്, 21. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവർ. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫെമിലിയറാണ് ഈ സാധനം. ഇത് നമ്മുടെ ടയർ അഴിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ ജാക്കിയുടെ ലിവറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ടൂൾ കിറ്റിനകത്തുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ സീറ്റ് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും. ലഗേജിന് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണുള്ളത്. സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്പേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് 10 കിലോ വാട്ടാണ്. ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി ആണെങ്കിലും 10 കിലോ വാട്ടാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 60 ന്യൂട്ടൺ മീറ്ററാണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 60 Nm ആണ് ഇതിൻ്റെ മാക്സിമം ടോർക്ക്. ഈ വാഹനത്തിൻ്റെ വാറൻറ്റി, അത് അത്യാവശ്യം നല്ല വാറൻറ്റി തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 1,75,000 കിലോമീറ്റർ, അതല്ല എന്നുണ്ടെങ്കിൽ 5 വർഷം. ഇതിൻ്റെ മെയിൻ ബാറ്ററിയുടെ പൊസിഷൻ വരുന്നത് ഈ ഭാഗത്താണ്. മെയിൻ ബാറ്ററി ഈ ഭാഗത്താണ് പൊസിഷൻ വരുന്നത്. ഇത് നമുക്ക് അഴിക്കാനൊന്നും പറ്റില്ല. കമ്പനി ഇത് അഴിക്കാൻ സമ്മതിക്കത്തില്ല. നമുക്കൊരിക്കലും അഴിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി വരുന്നത് ഈ ഭാഗത്താണ്. ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി വരുന്നത് ഈ ഭാഗത്താണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. ഇത് നീല കളറാണ് വണ്ടി വരുന്നത്. ഇനിയും പച്ച, വെള്ള, കറുപ്പ്, അങ്ങനെ പല കളറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് കളർ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോയ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അത്യാവശ്യം എല്ലാ കമ്പനികളുടെയും ഫിനാൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഫിനാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ സിബിൽ സ്കോറും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും.
മുദ്രാ ലോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മുദ്രാ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അത് അപ്പം നമുക്ക് ഇവിടെ വന്ന് ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോറും നിങ്ങളുടെ ഡോക്യുമെൻറ്റും എല്ലാം അനുസരിച്ച് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഡൗൺ പേയ്മെൻറ്റും ഒക്കെ അനുസരിച്ച് ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ഫിനാൻസ് കമ്പനി, അതല്ല ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, അങ്ങനെ ഏത് വിധത്തിലുള്ള ഫിനാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഷോറൂമിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. 390+ ആണ് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഇത് ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ടി, ഈ വാഹനം ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ടി നമുക്കാകുന്ന സമയമെന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കൊണ്ട് ഈ വാഹനം ഫുൾ ചാർജ് ആകും. ഒറ്റ ചാർജ് നമുക്ക് ഫുൾ ചാർജുള്ള വാഹനം നമുക്കിത് ഗ്യാരൻറ്റീഡ് ആയിട്ട് 160 കിലോമീറ്റർ ഒറ്റ ചാർജ് നമുക്ക് ഈ വാഹനം ഗ്യാരൻറ്റീഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് കസ്റ്റമർ പ്രൂവൺ ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ്. 160 മുകളിൽ എല്ലാ കസ്റ്റമേഴ്സും, ഇതെടുത്തിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും പ്രൂവൺ ചെയ്ത് തന്നെ നമ്മൾ പറയുന്നതാണ്. 160 മുകളിൽ ഒറ്റ ചാർജിൽ ഇതിന് റേഞ്ച് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ധൈര്യമായിട്ട് ഈ വാഹനം സ്വന്തമാക്കാം. ഇത് വരുന്നത് ഇതിൻ്റെ മോഡ് സ്വിച്ചാണ്. ഇതിൻ്റെ മോഡ് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇത് പാർക്ക് സ്വിച്ചാണ്, പാർക്ക് അസിസ്റ്റ് സ്വിച്ചാണ്. പാർക്ക് അസിസ്റ്റ് സ്വിച്ചിന് നമുക്ക് 5 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. പിന്നെ ഇത് ന്യൂട്രലാണ്. ഇത് വരുമ്പോൾ എക്കോ മോഡ്. ഈ എക്കോ മോഡിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിന് റേഞ്ച് കിട്ടുന്നത്. ഈ എക്കോ മോഡ് വരുന്നത് ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം പോകാൻ പറ്റുന്നത്. അതിനുശേഷമുള്ളത് ഡ്രൈവ് മോഡ്. ഡ്രൈവ് മോഡിൽ നമുക്ക് പോകുന്നത് 50 കിലോമീറ്റർ സ്പീഡിലാണ്. ഇത് നമുക്ക് എക്കോ മോഡിൽ നിന്നും ഡ്രൈവ് മോഡിലേക്ക് മാറ്റുമ്പോൾ, അത്യാവശ്യം ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡിലേക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അത് 50 കിലോമീറ്റർ സ്പീഡിലാണ് അപ്പോൾ നമുക്ക് വാഹനം പോകുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം വലിയ കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ മോഡിലേക്ക് പോകാൻ പറ്റും. ഈ പവർ മോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഈ പവർ മോഡിലേക്ക് പോകാൻ പറ്റും. ശരിക്കും എപ്പോഴും ഈ എക്കണോമി മോഡിൽ പോകുന്നതായിരിക്കും നല്ലത്. എക്കണോമി മോഡിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ വളരെ നല്ല സൗകര്യമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.